ഹലോ, പറയട്ടെ കുറച്ച് പറയാനുണ്ട്. അതായത് ഞാൻ കാണുന്ന ഒരു ചാനൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. എൻ്റെ മക്കളെ, എന്തൊരു വ്യൂസാണ് അവർക്ക്, എന്തൊരു സബ്സ്ക്രൈബറാണ്. എന്നാൽ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു തേങ്ങാക്കൊലി ഇല്ലാതാനും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ അവന്മാരുടെ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും നല്ല ഇൻട്രസ്റ്റ് തോന്നിയിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ അവന്മാരുടെ കണ്ടന്റ് എന്താണെന്നറിയില്ലേ, ഈ തിന്നല്, അതുപോലെ ഉറങ്ങല്, ഈ നടക്കല്, ഇത് മാത്രമാണ്, വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇവരുടെ സമ്മാനങ്ങൾ കാണിക്കൽ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേ ചില ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. ഒരു തേങ്ങാക്കൊലി ഇല്ല. പക്ഷേങ്കിൽ എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ ചാനൽ രണ്ടായിട്ട് പിളന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഏട്ടനും അനിയനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഫ്രണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് അനിയൻ വേറെയാണ് വീഡിയോ ചെയ്യുന്നത്, അതുപോലെ ഏട്ടൻ വേറെയാണ് വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ 2 പേരും തമ്മിൽ അവിടെ അടിച്ച് പിരിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇത് പിരിയാനുള്ള കാരണം എന്താണ്? പൈസ തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ശമ്പളം കൊടുക്കുന്നത് ഒരാൾക്കേ കൊടുക്കുകയുള്ളൂ. അവനാണ് പിന്നെ എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കേണ്ടത്. ചിലപ്പോൾ അവൻ കൊടുക്കുന്നുണ്ടാവില്ല. പിന്നെ നല്ല പൈസയാണ് ഇതിൻ്റെ അകത്തൊക്കെ വരുന്നത്. കാരണം ഇവർക്ക് എത്രയാണ് വ്യൂസും, എത്രയാണ് ആൾക്കാരും. ഇതൊക്കെ പോട്ടെ, ഇത് അവസാനം ഇത് തെറ്റിയെന്ന് എങ്ങനെയാണ് മനസ്സിലായത് എന്നറിയാം. 2-3 ദിവസം മുമ്പ് ഈ മൂത്തവൻ്റെ ഭാര്യ പ്രസവിച്ച ആശുപത്രിയിലാണ്. ഈ ആശുപത്രിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അവിടെ നിൽക്കാനോ അല്ലെങ്കിൽ ഒരു സംഭവത്തിനും ഈ വീട്ടുകാർ, അതായത് ഈ ചെറുക്കൻ്റെ അച്ഛനും ഇല്ല, അമ്മയില്ല, ഒന്നുമില്ല. മറ്റൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ വന്നിട്ടുള്ള തള്ളുകളും സ്നേഹങ്ങളും സ്നേഹപ്രകടനങ്ങളൊക്കെ കാണുമ്പോഴില്ലേ ആൾക്കാർ വിചാരിക്കും ഇവരൊരു ഭയങ്കര സംഭവം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മാത്രമാണ് ഭൂമിയിൽ. അയ്യോ, എന്താ ഏട്ടനും അനിയനും തമ്മിലുള്ള ആ ഒരു സ്നേഹം, ആ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ മതിയല്ലോ എന്നാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷേ ഞാൻ പറയുകയാണ്, ഇവന്മാർ ഇതൊക്കെ അഭിനയമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇവന്മാരൊന്നും അത്ര വലിയ സ്നേഹത്തിലൊന്നും അല്ല. നമ്മളെല്ലാം വിചാരിക്കുന്നത് എന്താ, ഈ ഫാമിലി വ്ലോഗ് കാണുമ്പോഴേക്കും ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. ഉടായിപ്പല്ലേ, ഉടായിപ്പ് മൊത്തം ഇപ്പോഴതിലെ കാണുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും വലിയ സ്നേഹനിധികളാണ് ഈ അനിയനും ഏട്ടനും എങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇവന്മാർ ആശുപത്രിയിൽ ഉണ്ടായിട്ടില്ല. ഈ തള്ളി ഉണ്ടായിട്ടില്ല, തന്ത ഉണ്ടായിട്ടില്ല, ഇവനാരും ഉണ്ടായിട്ടില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ അനിയൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പഴംപൊരിയും ചുട്ട് കളിക്കുകയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പഴങ്കഞ്ഞിയും കുടിച്ച് നടക്കുകയാണ്. അവിടെ ഒരുത്തൻ ഇങ്ങനെ ആശുപത്രിയിൽ കിടന്നിട്ട് നെട്ടോട്ടം ഓടുകയാണ്. അപ്പോഴാണ് ഇവിടെ ഒരുത്തെന്ന് പറഞ്ഞ പഴംപൊരിയും തിന്നിട്ട് വീണ്ടും ആൾക്കാരെ പറ്റിക്കാൻ വരുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയില്ല, ഇത് ഇവന്മാരുടെ ഒരു കളിയാണ്. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇവന്മാർ ഒരു നല്ല ഒരു ഇതാണെങ്കിൽ ഇത്രയും പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇവർ തിന്നുന്നത് കാണിക്കാതെ എന്തെങ്കിലും ഒരു ആഹാരം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഏതെങ്കിലും ഒരുത്തന് ഒരാഹാരം കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണൂല, കൊടുക്കത്തില്ല, അങ്ങനെയൊന്നും കൊടുക്കൂല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ കൊടുക്കണ്ടിരിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് എന്തൊക്കെ ഒരു ഹൃദയ ഇത് വേണ്ടേ? ഇതൊന്നുമില്ലാതെ ഇവന്മാർ കാണിക്കുന്നത് എന്താണ്? അവരുടെ തീറ്റി, അവരുടെ ഇത്. പിന്നെ അവർക്കെന്ന് പറഞ്ഞ ഒരുപാട് PR വർക്ക് പോലെ കമൻ്റ് ഇടാൻ കുറേ ടീമുകളും ഉണ്ട്. ഇപ്പോഴും ചില ആൾക്കാർ ആ കമൻറ്റിലൊക്കെ വന്ന് പറയുന്നത് എന്താണ്, ഇവർ പാവമാണ്, ഒരു മാങ്ങാത്തൊലിയല്ല, ഒരു പാവമല്ല ഇവരെന്ന് പറയുന്നത് പഠിച്ചവർ തന്നെയാണ്. നല്ല രീതിയിൽ പറ്റിക്കാനറിയാം എല്ലാവരെയും. അത് മുതലെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചാനലും കൂടി വേണം. ആ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഒരു കളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഓൾറെഡി ഒരു 4 മില്യണുള്ള ഒരു ചാനലുണ്ട്, അതവിടെ നിൽക്കട്ടെ, നമുക്ക് വേറെ ഒരു ചാനലും കൂടി ഇട്ട് കഴിഞ്ഞാൽ 2 ചാനലിനും കൂടിയുള്ള വരുമാനം വരുമല്ലോ. അങ്ങനെയും ജനങ്ങളുടെ കണ്ണിൽ കുറച്ച് മുളക് പൊടി ഇടാലോ. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി തന്നെ, ഒരു ഉടായിപ്പ് പരിപാടിയാണിത്. അതുകൊണ്ടല്ലേ ഇപ്പോഴും ഇത് കാണാനൊരു രസവും ഇല്ല അവിടുന്ന്. പണ്ടൊക്കെ അങ്ങനെയല്ല. പണ്ടൊക്കെ ഇവന്മാരുടെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ കൊള്ളാമെന്നൊക്കെയാണ്. ഇന്നിപ്പോൾ പൈസ കൂടി, വണ്ടിയായി, മറ്റേ ഇതായി, ഇതൊക്കെ ആകുമ്പോൾ എന്താ പറയേണ്ടത്, വീഡിയോൻ്റെ കാര്യങ്ങളും പോകായി എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടൽ കാണിച്ചിട്ട് ജനങ്ങളുടെ മുന്നിൽ ഇതിൽ ഒരുപാടെണ്ണുണ്ട്. ഇങ്ങനെ ഒരുപാട് ടീമുകളുണ്ട്, ഫാമിലി വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ പെട്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ പാവം ഭർത്താക്കന്മാർ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ ചില സ്ത്രീകൾ പറയും,
ഓഹോ, ആ പ്രവീൺ പ്രണവിൻ്റെ വീഡിയോ കണ്ട എന്താ രസം, എന്താ സ്നേഹം അവർ തമ്മിൽ. ആ അച്ഛനും അമ്മയും കണ്ട ആ മക്കള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയേണ്ടത്, ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ്. ആ വന്നു കയറിയ മരുമകൾ കണ്ട, അവൾക്ക് അച്ഛനും അമ്മയോടും എന്ത് സ്നേഹമാണ്, അച്ഛനും അമ്മക്കും എന്ത് സ്നേഹമാണ്. അതുപോലെയുള്ള അമ്മായി അമ്മേനെയും അമ്മായി അച്ഛനെല്ലാം കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം എന്നൊക്കെയാണ് ഇവർ പറയാറുന്നത്. പക്ഷെ എല്ലാത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ മുഖംമൂടി കഴിഞ്ഞ ദിവസം അഴിഞ്ഞു പോവുകയും ചെയ്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മൂത്തവൻ്റെ ഭാര്യ പ്രസവിക്കാൻ വേണ്ടി പോയപ്പോഴെന്ന് പറഞ്ഞാൽ ഒരാളില്ല. അത് മാത്രമല്ല, ഇവന്മാർ കൊണ്ടുപോയിരിക്കുന്നത് ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ. ഈ ലക്ഷങ്ങൾ ഉണ്ടാകുന്ന ഇവന്മാർ എന്തിനാണ് വെറുതെ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിക്കുക? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ചില ആൾക്കാരൊക്കെ അതിൻ്റെ അകത്ത് കമൻ്റ് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് പൈസ ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട്. പക്ഷെ ഇവർക്ക് അതൊന്നും അറിയണ്ട. ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് അതിൻ്റെ അകത്തും ഞങ്ങൾ സിമ്പിളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളെ കയ്യിൽ ഇത്രയും പൈസയുള്ളൂ, ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാൻ കഴിവില്ല എന്നുള്ള തരത്തിൽ അവിടെ ഒരു ആശുപത്രി പോയിട്ട് എന്നാൽ ഗവൺമെൻറ് ആശുപത്രി മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഒരാൾ റിസ്ക് എടുക്കാൻ നിൽക്കുമോ? പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയും വരുമാനവും പൈസയൊക്കെ ഉള്ള ടീമുകൾ, വണ്ടി വാങ്ങിക്കാൻ പൈസ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ടൂർ അടിക്കാൻ പൈസ ഉണ്ടല്ലോ, 2 ദിവസം മുമ്പല്ലേ ഗോവയിൽ പോകാൻ പൈസ ഉണ്ടല്ലോ, ഇതൊക്കെ ചെയ്യാൻ പൈസ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ആശുപത്രിയിൽ പോകാൻ പൈസ ഇല്ലാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ബാക്കി എല്ലാത്തിലും നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ എല്ലാ പൈസയും ഇറക്കും. തിന്നാനും കുടിക്കാനും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഭാരിച്ചാടുമായിരുന്നു, പൈസ ഇങ്ങനെ ഭാരിച്ചാടുമായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം വരുമ്പോൾ മാത്രം ഞങ്ങൾ സിമ്പിളാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ചില ഫാമിലി വ്ളോഗ് ഇതൊക്കെ കാണുന്ന ആളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ എന്തോ പറയാനാണ്. ഇപ്പോഴും കുറേയുണ്ട്, അടിമകൾ കുറേയുണ്ട് അതിൻ്റെ അകത്ത് വന്നിട്ട്. എന്താ പറയേണ്ടത്, ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ഇന്നൊരു കമൻറ്റ് ചെയ്യാൻ കണ്ടതാണ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ചാനൽ കൂടി തുടങ്ങാൻ വേണ്ടിയായിരിക്കും, അല്ലാതെ ഇവർ തെറ്റിയിട്ടൊന്നുമില്ല. അവർ ഒരു ചാനലും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ ചെറുക്കൻ്റെ കല്യാണം വരുന്നുണ്ട്, ഇനി ഇപ്പോഴും ജനിച്ച ആ കുട്ടിക്ക് പൈസ വേണം, അതുപോലെ 2 പേർക്കും ജീവിക്കണം, എന്തൊക്കെയാ പറയുന്നത് ആൾക്കാർ. ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇവൻ ഈ ലോകത്തല്ലേ, അല്ല ഇവരൊക്കെ ഏത് ലോകത്താണ് ഇത്രമാത്രം ഇത്രയും കാണിച്ചു വെച്ചിട്ടും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? അതാ ഞാൻ ആലോചിക്കുന്നത്. അല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് ആ കുട്ടികളോട് ഒരു വെറുപ്പും ഒരു ദേഷ്യവും ഇല്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിനെ വഞ്ചിക്കരുത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതാ ഞങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഇനി ഞങ്ങൾ ഒരുമിച്ച് വീഡിയോയിൽ ഉണ്ടാവില്ല, അത് പറയാലോ. അല്ലാതെ എന്തിനിങ്ങനെ ഒളിച്ചുകളി നടക്കുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുപോലെ ഒളിച്ചുകളി, അതായത് പിന്നെ അച്ഛനും അമ്മയും വരാതിരിക്കുക, അതുപോലെ അനിയൻ വരാതിരിക്കുക. കമൻറ്റിലാണെങ്കിൽ എല്ലാവന്മാരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിലവിളിയാണ്. അതായത് എവിടെ പോയി കൊച്ചു, എവിടെ പോയി കൊച്ചു, എവിടെ പോയി എന്ന് പറഞ്ഞാൽ നിലവിളിയാണ്. എന്നിട്ടും യുവമാർ മറുപടി കൊടുക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ വേറെ ഒരു കമൻറ്റിന് എന്ന് പറഞ്ഞാൽ ഇവർ മറുപടിയല്ല, ഒരു ലവ് ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് എല്ലാവർക്കും സംശയമായത് ഇവർക്കെന്തോ ഒരു പ്രശ്നം ഇവരുടെ ഇടയിലുണ്ട് എന്ന്. ഏതായാലും അതെന്തോ ആയിക്കോട്ടെ, അത് നടക്കട്ടെ ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്നറിയാം, ഒരിക്കലും ഒരാളെയും വഞ്ചിക്കരുത് മക്കളെ. സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ദൈവമാണ്, അവരൊരിക്കലും നമ്മൾ വഞ്ചിക്കാൻ പാടില്ല. കാരണം അവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ. കാരണം അവർ കാണുന്നിടത്തോളം കാലമാണ് നമ്മൾ രാജാക്കന്മാർ. അവർ കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാജാവല്ല, നമ്മുടെ കാര്യം തന്നെ പോയി. അതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ സബ്സ്ക്രൈബേഴ്സിനെ ഒരിക്കലും വഞ്ചിക്കരുത്. നമ്മളെ കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയാം, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം. ഈ ഫാമിലി വ്ളോഗിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച്, കാരണം അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഫാമിലിക്കാരാണ്. അവരെ പോലെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ഫാമിലികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും വഞ്ചിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. അത്രയേ പറയാനുള്ളൂ. എന്തിനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെയൊന്ന് അങ്ങോട്ട് പൊക്കി വിട്, നമ്മളും എങ്ങനെയെങ്കിലും ഒന്ന് നന്നാകട്ടെ. എന്നാ വൈ വരുന്നേ, ശരി.